ശ്രീധര, അപ്പോൾ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ 100+ എന്നുള്ളതാണ് വി ഡി സതീശൻ വെച്ചിരിക്കുന്ന നമ്പർ, 110 എന്നുള്ളതാണ് നമ്മുടെ മുഖ്യമന്ത്രി വെച്ചിരിക്കുന്ന നമ്പർ. അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. രണ്ടുപേരും കടുത്ത വാശിയിൽ 100+ ആണ് എല്ലാവരുടെയും ടാർഗറ്റ് എന്ന് പറയുന്നത്, 110. എങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം ഈ നിലവിൽ, അതായത് ഇനി മുന്നോട്ട് പോകാനുണ്ടായത്, പക്ഷേ നമ്മുടെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് വടക്കൻ കേരളവും തെക്കൻ കേരളവും മധ്യ കേരളവും എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കാനുള്ള സാധ്യത, എങ്ങനെയായിരിക്കും അവരുടെ ഒരു ജനവിധി ഉണ്ടാവുക എന്നുള്ളത് എങ്ങനെയാണ് ശ്രീധരന് തോന്നുന്നത്? ഇപ്പോഴും എന്തൊക്കെ ഇമ്പാക്റ്റുകൾ ഏതൊക്കെ തരത്തിലുണ്ടാകുമെന്നൊന്നും നമുക്ക് പറയാറായിട്ടില്ല. പക്ഷെ നമുക്കൊരു കേരളത്തിലൊരു പക്ഷേ കഴിഞ്ഞ കുറേ കാലത്തിനിടയിൽ കണ്ടിട്ടുള്ള ഏറ്റവും ടൈറ്റായിട്ടുള്ളൊരു മത്സരമായൊരു പ്രതീതിയാണ് നമുക്ക് നടക്കുക. കാരണം ഇതുപോലെ വാശിയുള്ളൊരു തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു മുന്നൊരുക്കം നമ്മൾ കണ്ടിട്ടില്ല. എല്ലാം ശരിയായിട്ട് നടക്കുന്നു എന്ന് ഈ സതീശൻ ആവർത്തിച്ച് പറയുന്നത് ഒഴിച്ചാൽ ബാക്കി എല്ലാം നോർമലാണ്. UDFന്റെ ഉള്ളിൽ ഒരു പൊട്ടിത്തെറി സാധാരണ ഉണ്ടാവാറുണ്ട്, മൊത്തം കടയിൽ. ഇത്തവണ അങ്ങനെ ഉണ്ടായില്ല. ഇത്തവണ കോൺഗ്രസിന്റെ ഉള്ളിൽ മാത്രമായിരുന്നു. ബാക്കിയൊക്കെ ഒരുവിധമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റ് വെച്ച് മാറാനൊക്കെ നേരത്തെ തന്നെ തീരുമാനമായി, അത് കുഴപ്പമില്ലാതെ പോയി. പക്ഷെ കോൺഗ്രസിന്റെ ഇടയ്ക്കുള്ള അടി നമ്മൾ സ്ഥിരം പ്രതീക്ഷിച്ചതുപോലെ തന്നെ. ഇത് എവിടുന്നായിരുന്നു വരും വരാതിരിക്കും എന്നൊക്കെ ഉള്ളതായിരുന്നു. അപ്പം ഇതിന്റെ മുന്നേ നമുക്ക് പല ഫാക്ടേഴ്സും പറഞ്ഞു കേട്ടു. നമുക്ക് ഇടതുപക്ഷം പിടിക്കാനുള്ള സാധ്യതകൾ പറഞ്ഞു കേട്ടു, UDF എന്നെ തിരിച്ചു കിട്ടാനുള്ള ആന്റി ഇൻകംബൻസി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പറഞ്ഞിട്ടു. നിലവിൽ എങ്ങനെയാണ് ഇതിൽ രൂപപ്പെട്ട് വന്നിട്ടുള്ളതെന്നാണ് നമുക്ക് തോന്നുന്നത്? അല്ല, ഞാൻ ഒരു ഉപചോദ്യമായിട്ടൊന്നും കൂടി ചോദിച്ചോട്ടെ. ഇപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം ഉണ്ടല്ലോ, ഈ UDF ഇട്ടിരിക്കുന്ന വിജയം, അതിന്റെ ആ ഒരു പിന്നെ പ്രതീക്ഷയിൽ തന്നെ ആയിരിക്കും ഇപ്പൊ UDF കോൺഗ്രസ് പ്രത്യേകിച്ച് എന്താണെങ്കിലും പല സ്ഥലത്തും. എനിക്ക് തോന്നുന്നു ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും എല്ലാം ഉണ്ടായിരുന്ന ഒരു തരത്തിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാവുന്ന രീതിയിൽ ഒരു ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ശരിക്കും പറഞ്ഞെങ്കിൽ ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു LDFന് പോലും നിഷേധിക്കാൻ പറ്റാത്ത അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു. ശബരിമല ഒരു വലിയ ചർച്ചയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു മാസത്തിൽ കൂടുതലായിട്ടുള്ളൊരു സമയത്ത് തെരഞ്ഞെടുപ്പിനെ നമ്മൾ അഭിമുഖീകരിച്ച് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതോറും സമയം LDFൻ്റെ ഒരു അജണ്ടയിലേക്കാണ് ഡിസ്കഷൻ പൊതുവെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ വികസനം ഇവർ പറയുന്നു ഏതൊക്കെ തരത്തിൽ അതിനെ വഴിമാറ്റി വിടാനായിട്ട് UDF ശ്രമിക്കുമ്പോഴും ആ വികസനം കഴിഞ്ഞ 10 വർഷത്തെ ഒരു വികസനം എന്ന് പറഞ്ഞ രീതിയിലുള്ളൊരു ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണെന്ന് തോന്നുന്നു. നമുക്കിനി എനിക്ക് തോന്നുന്നു ഈ ഘട്ടത്തിൽ നമ്മൾ ആയിരിക്കും ഇലക്ഷനിൽ ചർച്ച എന്നുള്ളൊരു ഇപ്പുറത്തേക്ക് എന്തായിരുന്നു ഇതുവരെയുള്ള ഒരു കാര്യങ്ങൾ, എങ്ങനെയാണ് തെക്കൻ കേരളവും മധ്യ കേരളവും വടക്കൻ കേരളവും പ്രതികരിക്കാൻ സാധ്യത, ഈ പ്രദേശങ്ങളെ എന്തൊക്കെയാണ് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു. നമ്മൾ നിർണായകം നിൽക്കുന്ന തലസ്ഥാനം തന്നെയാണ്. കാരണം തിരുവനന്തപുരത്തിൽ ഒരു മണ്ഡലമെങ്കിലും ഞങ്ങൾ പിടിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് BJP ഇറങ്ങിയിട്ടുണ്ട്. UDF ആണെങ്കിൽ ശക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ അവർക്ക് ഇല്ലാതെ പോകുന്ന ഒരു കഴിഞ്ഞ തവണ കോവളം മാത്രമാണ്, വിൻസെന്റിന് മാത്രമാണ് അവിടെ, അതും വളരെ ചെറിയൊരു ഭൂരിപക്ഷത്തിനാണ് അവിടെ ജയിച്ചു പോയത്. UDF ആണെങ്കിൽ അവിടെ തിരിച്ചു വരാനുള്ള വട്ടിയൂർക്കാവിലൊക്കെ മുരളിയൊക്കെ ഇറക്കിക്കൊണ്ടുള്ളൊരു ഫൈറ്റിന് റെഡി ആവുന്നു. LDF ആണെങ്കിൽ ഉള്ളത് നിലനിർത്തി കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു സംഗതി പോകാൻ നിൽക്കുന്നു. തലസ്ഥാനം എങ്ങനെയായിരിക്കും നമ്മുടെ ഇതിനുള്ളിൽ പ്രതികരിക്കുക? കാരണം അവിടെ ഒരുപാട് ഫാക്ടർ വരും. എനിക്ക് തോന്നുന്നു ജാതി ഇതിലാണെങ്കിലും നാടാർ സമുദായങ്ങൾ വരുന്നുണ്ട്, ലത്തീൻ സമുദായം വരുന്നുണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുക്കൾ തന്നെ, നായർ ഒരു പ്രത്യേക സെൻട്രലിലൊക്കെ നായേഴ്സാണ് കൂടുതലുള്ളത്, ഇഴവ, അങ്ങനത്തെ പല ഫാക്ടേഴ്സിനകത്ത് വർക്കാവുന്നുണ്ട്. പക്ഷെ അപ്പോൾ ആർക്കായിരിക്കും ഇതിനകത്ത് നേട്ടം ഉണ്ടാവുക എന്നുള്ളതാണല്ലോ നമ്മൾ. തീർച്ചയായിട്ടും അല്ലേ. തിരുവനന്തപുരത്തെ കുറിച്ച് പറയുമ്പോൾ ഈ തിരുവനന്തപുരം പിടിക്കുന്നവർ, സീറ്റ് കൂടുതൽ പിടിക്കുന്നവരാണ് കേരളം ഭരിക്കുക എന്നുള്ളതൊരു സംസാരം ഉണ്ടല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞ തവണ വരെ അത് ഏകദേശം ശരിയായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എനിക്കൊന്ന് തിരുവനന്തപുരത്ത് ഈ കോൺഗ്രസിന് ഇപ്പോൾ പറയുന്ന പോലെ അത്ര വലിയൊരു സ്വാധീനമുണ്ടോ ജില്ലയിൽ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ? BJP ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു റീഡിങ്ങിൽ നോക്കിയത് BJP അവിടെ സ്വാധീനം കൂട്ടുകയും ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന സ്വാധീനം കുറയുകയും ചെയ്യണം. ഈ കോൺഗ്രസ് UDFന് വലതുപക്ഷത്തിന് കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് ഒരു കയറ്റമോ ഇറക്കുമോ ഒന്നും അവിടെ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഇത്തവണയാവുമ്പോഴത്തേക്കും വരുമ്പോഴും ഈ കഴിഞ്ഞ പ്രാവശ്യം പ്രതീക്ഷ അവർ പറയുന്നത് വട്ടിയൂർക്കാവിൽ അരുവിക്കരയിലേക്ക് ശിവകുമാർ പോണതും പിന്നെ സെൻട്രലും പിന്നെ കോവളമാണ്. ബാക്കി മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ UDFും കോൺഗ്രസ് ഇടതുപക്ഷവുമായിട്ടാണോ അതോ NDAയും BJP ലീഡ് ചെയ്യുന്ന NDAയും CPMുമായിട്ടാണോ അവിടെ? അല്ല, നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും അതിന് പറയാൻ പറ്റില്ല. ഒന്നും ഞാൻ വിചാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ
സ്വാധീന ശക്തിയുണ്ട്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാം, പല പോക്കറ്റുകളിലും കാണാം. കോൺഗ്രസിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് പല സമയത്തും അവരുടെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അങ്ങനെ പലതരത്തിലും വളരെ വീക്കായിട്ട് പോവുകയും, ഇപ്പം നമുക്ക് അറിയാലോ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള പാറ്റേണ് 2021 ഇലക്ഷൻ അട്ടിമറിച്ചു, ഒരു സംശയവുമില്ല. അതിന് മുൻപുള്ള പാറ്റേണുകളുമായിട്ട് നമുക്ക് പലപ്പോഴും കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ഇനിയുള്ള കാലത്ത് നമുക്ക് കാണാൻ പറ്റില്ല. 2021 തെരഞ്ഞെടുപ്പ് ഒരു മാറ്റം കൊണ്ടുവന്നു. അപ്പോൾ അത് കാരണം തന്നെ അതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ നമ്മളൊരു പുതിയ കണ്ണിലൂടെ കാണണം. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് മറ്റ് സമവാക്യങ്ങൾ പോലെ തന്നെ പ്രാധാന്യത്തോടെ വരാൻ പോകുന്നത് MLA-മാരുടെ പെർഫോമൻസ് കൂടിയാണ്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ശരിക്കും പറഞ്ഞെങ്കിൽ ഇടതുപക്ഷത്തിന് കൂടുതൽ ആശ്രയിക്കാൻ പോകുന്നത് ഈ MLA-മാരെ വെച്ചിട്ടാണ്. ഇപ്പം നമുക്കറിയാം ഇവർക്ക് വട്ടിയൂർക്കാവിൽ പ്രശാന്തിനെ മാറ്റിയിട്ട് മറ്റൊരാളെ ആലോചിക്കാൻ പറ്റില്ല. വർക്കലയിൽ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജോയിയെ തന്നെ വീണ്ടും മത്സരിപ്പിക്കേണ്ടി വരും. കാരണം ജോയിക്ക് അത്രമാത്രം അതിലൊരു പേരുണ്ട്. ഇതിപ്പോൾ G. സ്റ്റീഫൻ ആയിക്കൊള്ളട്ടെ, മറ്റ് ആൾക്കാർ ഇപ്പോൾ കടകംപള്ളി, നെയ്യാറ്റിൻകരയിലും മറ്റേ പാറശ്ശേരിയിലും അൻസലിനും നമ്മുടെ ഹരീന്ദ്രനും അവരുടെ പെർഫോമൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പെക്കബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. അവരുടെ ഓരോ വാശിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബസ് സ്റ്റോപ്പുകളിൽ മറ്റേ പുതിയ ബസ് സ്റ്റോപ്പുകൾ ഉണ്ടാകുന്നതും ഈ ലൈറ്റ് വയ്ക്കുന്നതും മുതലുള്ള കാര്യത്തിൽ അവർ എത്ര കൂടുതൽ വെച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് CPM-ന്റെ തന്നെ മറ്റൊരു മണ്ഡലമാണ്. പക്ഷെ അങ്ങനെ പലപ്പോഴും നമുക്ക് ഈ വികസനം ഒന്നും പല മണ്ഡലത്തിലും വർക്ക് ആവാത്ത കാര്യങ്ങളിൽ ചേട്ടാ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ 2021 ഫാക്ടർ എന്ന് പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞ ഫാക്ടർ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത പല സാധനങ്ങൾ, അതായത് 2 പ്രളയം വരുന്നു, കോവിഡ് വരുന്നു, ഒരു എത്ര തന്നെ പ്രതിപക്ഷങ്ങൾ വീശിയടിച്ചാലും അതിനെയൊക്കെ തകർക്കാൻ പറ്റുന്ന ഒരു വലിയ നറേറ്റീവ് ശരിക്കും LDF-ന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അന്ന് UDF-ന്റെ കയ്യിൽ നറേറ്റീവ് ഇല്ല, BJP-യുടെ കയ്യിൽ അത് ഇങ്ങോട്ട് വേറെ തരത്തിലേക്ക് കടന്നു വരുന്ന നറേറ്റീവായിട്ട് വരുന്ന പാർട്ടിയല്ല. മീൻസ് വേറെ അവരുടെ ഒരു കടന്നു വരവ് തന്നെ ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം സംഗതികൾ മാറിയിട്ടുണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടതാണ്. അതിന് ശേഷം വരുന്ന സംഭവം UDF-ന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു നറേറ്റീവ് മുന്നോട്ട് വയ്ക്കാറുണ്ട്. അത് ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, ഒരു നറേറ്റീവ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പം അത്തരം ഒരു സംഭവത്തെ തടയാൻ സത്യത്തിൽ LDF-ന്റെ നറേറ്റീവുകൾക്ക് പറ്റിയിട്ടുണ്ടോ ഈ വർഷം? ഈ നിലവിൽ വന്നിടത്തോളം അങ്ങനെ എനിക്ക് ഒരു എഡ്ജ് എപ്പോഴും UDF-നുള്ളതായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങോട്ട് നോക്കുന്ന സമയത്തും ഇപ്പോഴത്തെ ഒരു പ്രചരണം, ഇപ്പം ഞാൻ പറഞ്ഞ ഈ സ്ഥാനാർത്ഥി പട്ടിക മറ്റ് സംഭവങ്ങളും ഒന്നും അല്ല ഞാൻ പറയുന്നത്, അതല്ലാത്ത പലതരം വിവാദങ്ങളും പല കാര്യങ്ങളും വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് തിരിച്ച് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് എൻകാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് LDF-ന് ഈ ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഞാൻ രാഹുൽ മാങ്കുടത്തിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എൻകാഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും എൻകാഷ് ചെയ്യാൻ പറ്റുമോ? കാരണം അത് ചിത്രത്തിൽ ഇല്ലാതെ പോകുന്ന കുറെ കാര്യങ്ങളായിട്ട് മാത്രം വരില്ലേ? അല്ല, വിവാദങ്ങൾ എനിക്ക് തോന്നുന്നു ശബരിമല വിവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് വലിയ വിവാദങ്ങൾ സർക്കാരിനെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ ആരോഗ്യമന്ത്രിയുടെ എനിക്ക് തോന്നുന്നു അത് ആരോഗ്യമന്ത്രിയുടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വീണ ജോർജിനെതിരെ ഉള്ളത് ഒരു കരുതിക്കൂട്ടുള്ള ആക്രമണമായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. കാരണം അവരെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ വിശകലനം ചെയ്ത് നോക്കിയാൽ വീണ ജോർജിനെ ആ രീതിയിൽ ആക്രമിക്കപ്പെടാനുണ്ടോ? എനിക്കൊന്ന് വീണ ജോർജും റിയാസും മണ്ഡലത്തിന്റെ കാര്യം പറയുമ്പോൾ വട്ടിയൂർക്കാവ് സെൻട്രലിൽ നിൽക്കുന്നതാണ്. സെക്രട്ടേറിയറ്റ് നിൽക്കുന്ന മണ്ഡലത്തിൽ ഇത്തരം ഈ ഭരണവിരുദ്ധ മന്ത്രിമാരെല്ലാം ഉള്ള ഒരു സ്ഥലം പല സ്ഥലത്ത് നിന്നിട്ട്, പക്ഷെ അത് ശരിക്കും പ്രശാന്തിന് അത്ര ഗുണകരമാവുമോ ശരിക്കും? അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് RSS-ന് വളരെയധികം ബെൽറ്റ് ഉള്ളൊരു സ്ഥലം ഈ തിരുവനന്തപുരം സെൻട്രൽ എന്നൊക്കെ പറയുന്നത്, അത് ഭയങ്കര നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യത. ഈ ഒരു വിജയപ്രതീക്ഷ എന്നുള്ള സ്ഥാനത്തിൽ വട്ടിയൂർക്കാവിൽ അതിലൊരു ഘടകമാവില്ലേ? അല്ല, എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ അവിടെ നോക്കിയെടുത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത് വെച്ചിട്ട് കേരളത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ വിവാദങ്ങൾ ഉണ്ട്, വിവാദങ്ങൾ പലപ്പോഴും ഉണ്ട്. അതിനെ കോൺഗ്രസ് ഫലപ്രദമായിട്ട് UDF ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്, അതിലൊന്നും സംശയമില്ല. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിവാദങ്ങൾ ഈ നിലനിൽക്കുന്ന വിവാദം ഇപ്പോൾ കഴിഞ്ഞ തവണ അല്ലെങ്കിൽ ഇതേപോലെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ ഭയങ്കര രൂക്ഷമായിട്ട് ഉയർന്നു വന്നു. ആ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ വ്യാപ്തിയിലോ രീതിയിലോ ഒന്നും മറ്റൊരു തരത്തിലുള്ളൊരു ഇപ്പോൾ ഈ അടുത്തിടക്ക് നടക്കുന്ന ഒരു കാര്യങ്ങളും ഏറ്റിട്ടില്ല. പിന്നെ 2, ഇന്ത്യയിൽ ഉടനീളം ഈ നമ്മുടെ മണ്ഡലത്തിലെ മറ്റേ നിങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള പ്രതിനിധി എന്നുള്ളൊരു വൈകാരികത ഇപ്പോൾ ഒരു പുതിയ കാലത്തിൻ്റെ ഒരു സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ മാതിരി കാര്യങ്ങൾ നടത്തിപ്പോകുന്നൊരു ദിവ്യൻ നിങ്ങൾക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. മറിച്ച്
നിങ്ങൾക്ക് ആക്സസബിൾ ആയിരിക്കണം നിങ്ങളുടെ MLA, നിങ്ങളുടെ പ്രതിനിധി എന്നുള്ളൊരു ഒരു സ്വഭാവം. അത് പുതിയൊരു പൊളിറ്റിക്കൽ ഒരു ഫോമിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ രീതിയിലേക്ക് മാറാനായിട്ട് ശ്രമിച്ച കാര്യങ്ങൾ ഞാനിതെല്ലാം ഒരു സാധ്യതകളായിട്ട് ഇത്. പക്ഷേ തിരുവനന്തപുരത്ത് നമ്മൾ 2 മണ്ഡലം മാത്രം എടുക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ കഴക്കൂട്ടത്ത് ആറ്റിങ്ങിലും ഒക്കെ ഈ BJP 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ്. ഏറ്റവും കൂടുതൽ മറ്റ് 2 മുന്നണികൾക്ക് അവിടെ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് BJPയുടെ ഒരു സാന്നിധ്യമാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെ നേരിട്ട് ഇറങ്ങിയിരിക്കുന്നു എങ്ങനെയാലും, കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയ ഒരു ബലത്തിൽ നിന്നാണ് പിന്നെ പുള്ളിയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പും. ആ നിയമത്തൊക്കെ പുള്ളിക്ക് വ്യക്തമായ പ്രാതിനിധ്യം കിട്ടിയ മണ്ഡലമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നിയമത്തിറങ്ങിയാൽ ഇത്തവണ നിയമം വീണ്ടും അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന രാജീവ് ചന്ദ്രശേഖരൻ. ഇപ്പുറത്ത് വട്ടിയൂർക്കാവിലെ മുരളീധരനെ പോലൊരു സ്ട്രോങ് കാൻഡിഡേറ്റ് വരുന്നു. അപ്പോൾ ഇതൊരു വേറെ തരത്തിൽ വളരെ തിരുവനന്തപുരം എന്ന് പറയുന്നത് വേറൊരു ഹോട്ട് പോയിന്റ് അല്ലേ ശരിക്കും? അല്ല, എനിക്ക് ചേട്ടാ ഈ നിയമത്തെ കാര്യം പറയുമ്പോൾ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയങ്ങളുള്ളവർ കഴിഞ്ഞ പ്രാവശ്യം അവർ മത്സരിക്കുന്നതിന് മുമ്പ് അവർക്ക് സിറ്റിംഗ് സീറ്റായിരുന്നു അവരുടെ നിയമം, അവരുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നല്ലോ അല്ലേ? അപ്പോൾ അവർ തീർച്ചയായിട്ടും അവിടെ വലിയ പ്രതീക്ഷ ഇട്ട് എന്നിട്ട് പോയില്ലേ. അപ്പോൾ അവിടെ എന്തായാലും സംഭവം എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ BJPക്ക് ഒരു നിയമസഭാ സീറ്റ് പിടിക്കാൻ പറ്റുന്ന ശക്തിയില്ല. അവിടെ കോൺഗ്രസ് വളരെ ദുർബലമായിരുന്നു. ഒന്നെങ്കിൽ സ്വയം അവർ ദുർബലരാകുന്നു, അതല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിലൂടെ ദുർബലമാകുന്നു. അപ്പോൾ ആ രീതിയിൽ അവിടെ ശബരിനാഥനെ പോലത്തെ ഒരു ആള് വന്നു. ശബരിനാഥും രാജീവ് ചന്ദ്രശേഖരനും വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ശിവൻകുട്ടിക്ക് അത് ഭയങ്കര തീർച്ചയായിട്ടും വരും. അത് തീർച്ചയായും കഴിഞ്ഞ വർഷത്തെ മാർജിൻ പോലും 3400 സംതിങ് ആയിരുന്നു വോട്ടിന്റെ മാർജിനാണ് ശിവൻകുട്ടി അവിടുന്ന് രക്ഷപ്പെടുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുന്നു കാരണം അവിടുത്തെ ഒരു പ്രത്യേക വിഭാഗം വോട്ടുകളൊക്കെ ആണല്ലോ ഇത് സ്പ്ലിറ്റായി പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇതിലൊക്കെ തന്നെയാണല്ലോ ഇതിൽ നിൽക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്കറിയില്ല, കാരണം നമുക്കിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു റിസൾട്ട് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഘട്ടവുമായിട്ടില്ല, നമുക്കത് സാധിക്കുകയില്ല. പക്ഷേ സാധാരണഗതിയിൽ BJP അവിടെ പിടിക്കുന്ന ഒരു വോട്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഈ പറഞ്ഞ രീതിയിൽ കുമ്മൻ രാജശേഖരൻ പിടിച്ച വോട്ടിൽ ഒരു ചെറിയ ശതമാനം കോൺഗ്രസിൻ്റെ വോട്ടുകൾ കൂടിയാണ്. ശബരിനാഥിനെ പോലെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വോട്ട് കോൺഗ്രസിൻ്റെ വോട്ട് മറ്റേ ശബരിനാഥൻ മുഴുവനായിട്ടും പിടിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പിക്ചർ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ വട്ടിയൂർക്കാവിൽ 21,000 വോട്ടിനാണ് ഭൂരിപക്ഷത്തിലാണ് മറ്റേ കഴിഞ്ഞ തവണ പ്രശാന്ത് ജയിച്ചത്. ചെറിയൊരു ഭൂരിപക്ഷം അല്ല ഇത്. അപ്പോൾ അത് കാരണം തന്നെ ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിനെ മറികടന്നിട്ട് ഇപ്പോൾ കൊണ്ടുവരാം. ഇപ്പോൾ പ്രത്യേകിച്ചോട് BJPയുടെ താരതമ്യേന ഒരു ദുർബലമായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് ശ്രീരേഖ എന്ന് പറയുന്നത്. അല്ലാതെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക്, അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വട്ടിയൂർക്കാവിൽ ഒരു പക്ഷേ പ്രശാന്തും മുരളിയും തമ്മിലുള്ള ഡയറക്റ്റ് ആയിട്ടൊരു ഫൈറ്റ് അങ്ങനെ വരുമോ? കാരണം മുരളി 7 വർഷം മുമ്പ് പോയ ഒരാളാണ്. അതുണ്ട്, പക്ഷേ തിരിച്ചു വരുന്നത്. പക്ഷെ മുരളി തന്നെയായിരുന്നു നിയമത്ത് പോയത്. അതെ അതെ, അവസാനം ഗത്യന്തരം ഇല്ലാതെയാണ് പോയെങ്കിലും എനിക്ക് തോന്നുന്നു മുരളി ഇത്തവണ വരുമ്പോഴത്തേക്ക് മുരളിക്ക് തിരിച്ചാവത്തില്ലേ? BJPയും CPM തമ്മിലുള്ളൊരു എനിക്ക് ഒറ്റ കാര്യം കാണുന്നുള്ളൂ. കാരണം BJPയുടെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അല്ല, അവരവിടുത്തെ കൗൺസിലർ അതെല്ലാമാണ്. പക്ഷെ അതൊന്നും ഈ നിയമസഭാ മണ്ഡലത്തിൽ അതിനെ നേരിടാൻ പാകത്തിനുള്ള പ്രാപ്തിയുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ നമുക്ക് നോക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ളൊരു വലിയൊരു വളർച്ചയോ അല്ല ഒരു നേട്ടമോ ശരിക്കും പറഞ്ഞെങ്കിൽ BJPക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളിലെല്ലാം കാണുന്നൊരു കുറച്ചൊരു ഊതി വീർപ്പിച്ച ഒരു വലിപ്പമുണ്ട് അവർക്ക്. അതിന് പാകത്തിലുള്ള വലിപ്പമില്ല. ഇപ്പൊ ദേശീയ തെരഞ്ഞെടുപ്പിൽ അവരുടെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മള് അങ്ങനെ അല്ല വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? സംശയമില്ല. തിരുവനന്തപുരത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പരിസരം ആ സ്ഥലം ഒഴിച്ച് ചുറ്റുപാടും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിന് വളരെ അനുകൂലമായിട്ടുള്ളത്. ഇപ്പോൾ വർക്കല പോലെ കഴിഞ്ഞ തവണ ഒരേ ഒരു സീറ്റിൻ്റെ വ്യത്യാസമാണ് വർക്കല മുനിസിപ്പാലിറ്റിയിൽ BJPയും ലെഫ്റ്റും തമ്മിലുള്ളത്. ഇത്തവണ അത് 7 സീറ്റിൻ്റെ വ്യത്യാസമായിട്ടായി, 7 or 6 സീറ്റിൻ്റെ വ്യത്യാസമായിട്ട് മാറി. അതേപോലെ തരത്തിലേക്ക് പല സ്ഥലത്തും മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ കോർപ്പറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന കോർപ്പറേഷനിൽ അതിഭീകരമായിട്ടായിരുന്നു ആര്യ രാജേന്ദ്രനെതിരായിട്ടുള്ളൊരു ഇമേജ് ഉണ്ടായിരുന്നു. അതിപ്പം ആര്യയുടെ കുഴപ്പമാണോ മറ്റുള്ളവരുടെ കുഴപ്പമാണോ എന്നതല്ല, പക്ഷേ നിലനിന്നിരുന്നൊരു ഇമേജ് എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. അതിൽ ഇടതുപക്ഷത്തിനടക്കമുള്ള ആൾക്കാർക്ക് പങ്കുണ്ട്. ഇടതുപക്ഷത്തിലെ പല മുതിർന്ന നേതാക്കൾക്കും ഈ പറഞ്ഞ രീതിയിൽ വളരെ ചെറിയൊരു പെൺകുട്ടി, പ്രത്യേകിച്ചും ഇതേപോലെ മുഖ്യമന്ത്രിയുടെ വീടൊക്കെ ആയിട്ട് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടി വന്ന് ഈ തിരുവനന്തപുരം പോലൊരു നഗരത്തിൻ്റെ കോർപ്പറേഷൻ മറ്റിൽ ഒരു പ്രധാനപ്പെട്ട പൊസിഷനിലിരിക്കുന്നു. അതിൽ പലർക്കും ഉള്ളൊരു അമർഷം പലതരത്തിൽ അത് വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള അവരുടെ കുഴപ്പമുണ്ടാവുമായിരിക്കും. എന്തുകൊണ്ടായാലും കഴിഞ്ഞ 5 വർഷം
ഒരു പക്ഷേ ഇങ്ങനൊരു മാധ്യമ വിചാരണയിൽ നിന്നിട്ടുള്ളൊരു കോർപ്പറേഷൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാവില്ല. അപ്പം അതെല്ലാം ശരിക്കും കഴിഞ്ഞ തവണ ഇലക്ഷനെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്. അത് അത്രമാത്രം ഇത്തവണ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ദേശീയ തലത്തിൽ BJP സംസ്ഥാന ഇതിൻ്റെ പെർഫോമൻസിൽ അവർ നിരാശരാണ്. അവർ യഥാർത്ഥത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു റിസൾട്ടും അവർക്ക് ഉണ്ടായിട്ടില്ല. അത് കാരണം തന്നെ ഇത്തവണത്തെ അസംബ്ലിയിൽ അവരുടെ മറ്റേ ബഡ്ജറ്റ് പോലും അവർ കുറച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കുന്ന. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJPക്ക് നമ്മൾ വിചാരിക്കുന്ന അത്രയില്ല, പക്ഷേ ഈ പറഞ്ഞ സാധ്യതയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 9 സീറ്റുകളിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ളതാണ്. പലരും ഇത്തവണ അതിൽ കൂടുതൽ സീറ്റുകളിൽ അവർ ചിലപ്പോൾ ഒരുപക്ഷെ 2ാം സ്ഥാനത്തേക്ക് വന്നു. പക്ഷേ ഇപ്പം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ദേശീയ തലത്തിലടക്കം നടക്കുന്ന സർവേകളിൽ 2 സീറ്റിൽ കൂടുതൽ BJPക്ക് പ്രതീക്ഷിക്കുന്ന പോലും. പക്ഷേ തിരുവനന്തപുരത്ത് UDF പ്രതീക്ഷിക്കാത്ത രീതിയിൽ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു ഇടയ്ക്കാണ് നമ്മൾ മാധ്യമപ്രവർത്തനാണല്ലോ, ഒരു സ്വയം വിമർശനം പോലെ പറയണം. ഇത്തവണ BJP ആണല്ലോ നഗരം ഭരിക്കുന്നത്. ഒരുപാടുണ്ട് അവരെക്കുറിച്ച് പറയാനായിട്ട്. കാരണം അവരുടെ വീഴ്ചകൾ കൃത്യമായിട്ട് മാധ്യമങ്ങൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇപ്പം എന്തെങ്കിലും BJPക്ക് എഡ്ജ് ഉണ്ടെങ്കിൽ ആ വീഴ്ചകൾ ആരും അറിയണില്ല. ഇപ്പം ആ പൊങ്കാലയ്ക്കൊക്കെ ഒരു സ്ത്രീ മരിച്ചതൊക്കെ കഴിഞ്ഞ ഭരണസമിതിയുടെ ആണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വിഷയം കത്തി നിൽക്കുന്ന വിഷയമായിരിക്കും. അത് ഭക്തയെ കൊന്നു എന്ന് തന്നെ പറഞ്ഞിട്ടായിരിക്കും മീഡിയം മിണ്ടാതിരിക്കുന്നത്. BJPയെ സഹായിക്കാനാണെന്ന് ഞാൻ പറയും. തീർച്ചയായിട്ടും ആ എഡ്ജ് അവർക്ക് കളയാമായിരുന്നു. ഇപ്പം രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ BJPയുടെ വളർച്ച എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മൾ ആറ്റിങ്ങൽ പറഞ്ഞല്ലോ 2ാം സ്ഥാനത്ത് വന്നു എന്ന് പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആറ്റിങ്ങൽ ആറ്റിങ്ങലിലെ ഈ BJP വോട്ട് അല്ലെങ്കിൽ ഇത് വിജയം എന്ന് പറയുന്നത് ശരിക്കും ഈ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം OS അംബികയാണ്. ഇപ്പം അവിടെ നമ്മുടെ ഒരു അന്വേഷണത്തിൽ അറിയണത് അംബികയ്ക്ക് അവിടെ പാർട്ടിയുടെ പോലെ അത്ര, കാരണം ഈ മറ്റ് MLA മാരെ വെച്ച് നോക്കുമ്പം മണ്ഡലത്തിൽ അത്ര വലിയ ആക്റ്റീവായിട്ടുള്ള ഒരു MLA അല്ല അംബികയോടുള്ളൊരു വിയോജിപ്പ് അവിടെ പാർട്ടിക്കാർക്കിടയുണ്ട്. അപ്പോൾ ഈ വിയോജിപ്പ് ഇടയ്ക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ കിളിമാനൂർ ഭാഗമൊക്കെ ഉള്ള CPM CPI നല്ല കൂട്ടത്തോട് കൂടിയിട്ട് ഒരു ചെറിയ ഈ വോട്ട് മറിച്ച് അടൂർ പ്രകാശിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിഭവം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പരിഭവം ഇത്തവണ പരിഹരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ BJPയുടെയും കോൺഗ്രസിൻ്റെയും വളർച്ച മാത്രമല്ല, ഈ പാർട്ടിയുടെ ഇടയിലുള്ള CPM-ലും ഇടതുപക്ഷത്തിൻ്റെ ഇടയിലുള്ള ഈ അണികൾക്കും അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്കും ഉള്ള ഒരു നിരാശയോ പരിഭവവും കൂടിയാണ് മറ്റവരുടെ വോട്ടായിട്ട് മാറുന്നത്. അത് മാറ്റിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ഞാൻ കണക്കൂട്ടുന്നത്. ഈ മണ്ഡലത്തിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ആറ്റിങ്ങലിൽ 32,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലോ മറ്റോ ആണ് അംബിക ജയിക്കുന്നത്. അവിടെ 2ാം സ്ഥാനത്ത് BJP ഒന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും താഴേക്ക് അവിടുത്തെ കോൺഗ്രസ് പോയിട്ടുണ്ട്. അതിൽ ഒരു 10,000 വോട്ടിനും മീതെങ്കിലും കോൺഗ്രസ് വീണ്ടും പിടിച്ചാൽ പോലും അങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഒരു വലിയ ദൂരമുണ്ട് അവിടെ. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അതെ, കഴക്കൂട്ടവും വളരെ ഇതായിരിക്കും. കഴക്കൂട്ടത്തും ഇതേപോലെ കഴിഞ്ഞ തവണ അതേപോലെ ഒരു 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മറ്റോ ആണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ മുരളീധരനല്ല മത്സരിച്ച്, ശോഭാ സുരേന്ദ്രനാണ് മത്സരിച്ചത്. ഇത്തവണ പക്ഷേ മുരളീധരൻ മത്സരിച്ചു. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനും എന്തൊക്കെ പറഞ്ഞാലും കഴക്കൂട്ടത്ത് വളരെ ശക്തിയായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി തന്നെയായിരുന്നു. പക്ഷേ അതിനേക്കാൾ നല്ല പെർഫോമൻസ് ഇത്തവണ മുരളീധരന് കാഴ്ചവെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ തിരുവനന്തപുരം ഒരു മണ്ഡലം അല്ല, തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ എനിക്ക് തോന്നുന്നു നമ്മൾ നിയമം തന്നെയായിരിക്കും നമ്മളുടെ ഒരു മാധ്യമങ്ങളുടെ ശ്രദ്ധ വരുന്നത്. എനിക്ക് തോന്നുന്നു BJPയും ഏറ്റവും കൂടുതൽ ശ്രദ്ധ വയ്ക്കാൻ പോകുന്നത് നിയമത്തിൽ. ഞാൻ 2 മണ്ഡലങ്ങൾക്ക് കൊടുക്കും. ഒന്ന് നേമം വട്ടിയൂർക്കാവും കുറച്ചുകൂടെ ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന ശ്രീയിലേക്കാണെങ്കിൽ പോലും അവിടെ ഒരു കാരണം അവിടുത്തെ ഒരു ജാതി സ്ട്രക്ചറും RSSകാർക്ക് അവിടെയുള്ള വലിയ തോതിലുള്ള പിൻബലം, RSSകാരുടെ എത്ര പിന്തുണ ശ്രീയിലേക്ക് കിട്ടുമെന്ന് അറിയില്ല. കാരണം അവർക്കൊന്നും അത്ര അഭിമിതമായിട്ടുള്ള ഒരാളല്ല ശ്രീല. ബട്ട് സ്റ്റിൽ അവിടെ ഒരു ത്രികോണ പോരാട്ടത്തിനുള്ള ഒരു വേദിയുണ്ട്. ഒരു വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കാനും സാധ്യതയുണ്ട്. ആകെ ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു CPM-കാരൻ്റെ ഇമേജ് അല്ല പ്രശാന്തിന് അവിടെ. പ്രശാന്തിന് അമ്പല കമ്മിറ്റികളിലും RSSൻ്റെ ഗ്രൂപ്പിലും ഇവൻ ഈ പറയുന്ന രീതിയിൽ അവിടെ വട്ടിയൂർക്കാവിലും അധികം ഇല്ലെങ്കിൽ പോലും മറ്റേ SNDP സ്ഥലങ്ങളിലും എല്ലാം ഒരേപോലെ ആക്സസിബിൾ ആയിട്ടുള്ളൊരു കക്ഷിയാണ്. ചെറുപ്പക്കാരുമായിട്ട് ഇതുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു പ്രശാന്തിനുള്ള ഒരു എഡ്ജായിട്ട് വരുന്നത്. അപ്പോൾ ഒരു പേഴ്സണൽ കണക്ഷൻ പുള്ളി പലരുമായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കരുനാഗപ്പള്ളിയൊക്കെ മഹേഷൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പോലത്തെ ഒരു പേഴ്സണൽ കണക്ഷൻ മണ്ഡലവുമായി
ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. 7 വർഷമായിട്ട് കഴിഞ്ഞ 7 വർഷമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ടും നിയമം മാത്രം ഒരു ത്രികോണ ത്രികോണ മത്സരം ഉണ്ടാവുമായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈക്വലി വരുമായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു എല്ലാവരും ശ്രദ്ധ ചിലപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലം. പിന്നെ ഇതേപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ചാത്തന്നൂരും. അല്ല, കൊല്ലം ജില്ല. കൊല്ലത്തേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് കാരണം ചാത്തന്നൂര് ഇപ്പൊ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ല ബോർഡർ ആകുന്നു. അത്ര ശ്രദ്ധിക്കാത്തതും എന്നാൽ ഇപ്പം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു മണ്ഡലമായിട്ട് ശരിക്കും ചാത്തന്നൂര് മാറിയിട്ടുണ്ടെന്നുള്ളതായി. ചാത്തന്നൂരിലേക്ക് നമ്മൾ കടക്കുവാണ്. കൊല്ലത്തേക്ക് നമ്മൾ അല്ല, തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണെന്ന് തോന്നുന്നു ഒരു പൊതുചിത്രം. പൊതുചിത്രത്തില് എന്റെ ഇതാണെങ്കിൽ അതില് ഈ കഴിഞ്ഞ തവണത്തെ ഒന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാനായിട്ട് BJP ഒരു കുറച്ചുകൂടെ മുന്നേറ്റം നടത്തുമോ അതോ UDF കുറച്ചുകൂടെ പൊങ്ങി വരാനുള്ള സാധ്യത നടത്തുമോ എന്നുള്ളത് മാത്രമേ നമുക്ക് അവിടെ വരുന്നുള്ളൂ. അല്ല, എനിക്ക് തോന്നുന്നു UDF നില മെച്ചപ്പെടുത്തും. കഴിഞ്ഞ തവണ ഒരേ ഒരു സീറ്റ് കോവളം മാത്രമേ കിട്ടിയിരുന്നെങ്കിൽ ഈ തവണ ഒരു 3-4 സീറ്റൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ UDF കിട്ടാനായിട്ട് സാധ്യതകളുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് ഈ പറഞ്ഞ രീതിയിൽ പല സ്ഥലത്തും ഉണ്ടെങ്കിലും ആകെ അതെ ഫാക്ടർ. എനിക്ക് ഇപ്പോഴും പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്ഥാനാർത്ഥി പ്രശ്നങ്ങളാണ്. ഇപ്പോൾ പാറശാലയിലൊക്കെ മറ്റേ നമ്മുടെ പഴയ AT ജോർജ് വിമതനായിട്ട് മത്സരിക്കുന്നതിന് മുന്നേ അതേപോലെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഇവർക്ക് കുറച്ചും കൂടി ഒരു ചെറുപ്പക്കാരെയും അല്ലെങ്കിൽ നല്ല സ്ഥാനം. നമ്മൾ അതിൻ്റെ ഒരു കാര്യം കൂടെ പറയാൻ എനിക്ക് തോന്നുന്നു. ഈ ഇപ്പം അരുവിക്കര അവർ പ്രതീക്ഷ വെക്കണം എന്ന് പറയുന്നു. പക്ഷേ ശിവകുമാർ അവസാനം വരെ പിടിച്ചത് സെൻട്രലിൽ നിൽക്കാൻ തന്നെയാണ്. സെൻട്രലിൽ നിന്ന് ഒരു പക്ഷേ അല്ല, സെൻട്രലിൽ നിന്ന് ജയിച്ചതിന്. കാരണം ഇപ്പം ആന്റണി രാജുവിനെ പോലെ സ്ഥാനാർത്ഥിയൊന്നും അപ്പുറം ഇല്ലാതെ ഒരു നിൽക്കുമ്പോഴത്തേക്ക് കിട്ടും. പക്ഷെ ആ പുള്ളിയെ അരുവിക്കരയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ എത്രത്തോളം ശക്തനാണ്. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീഫൻ അവിടെ ഈ MLA കുറെ പ്രശാന്തിന്റെ കാര്യം പറഞ്ഞ പോലെ കിട്ടിയ അവസരം അവർ മുതലാക്കുന്നുണ്ട്. പഴയ പോലെ അല്ല. കാരണം എനിക്ക് തോന്നുന്നത് അത് ഞാൻ അധികം നിന്നിട്ടില്ല, ഈ പാർട്ടിയുടെ സ്വാധീനം മാത്രം കൊണ്ടിട്ട് ജയിക്കാനൊക്കെ ഉള്ളൊരു കാലമൊക്കെ കഴിഞ്ഞുണ്ട്. വ്യക്തിപരമായിട്ട് വ്യക്തിപ്രഭാവം കൂടെ ഒരു ഘടകമാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ വരും.